47 × 48 സമം 47 + x² ആയാൽ എക്സിൻ്റെ വില കാണുക. ഇതൊരു ഇക്വേഷനാണ്, ഒരു സമവാക്യമാണ്. നമുക്ക് ഇതിൽ x² ആദ്യം കണ്ടുപിടിക്കുക. x² കാണണമെങ്കിൽ അതിൻ്റെ കൂടെ 47 ഉണ്ട്, അത് സമത്തിൻ്റെ മറുഭാഗത്തേക്ക് എടുക്കുക. അപ്പോൾ x² സമം മറുഭാഗത്ത് എന്തുണ്ട്? 47 × 48. അതിനുശേഷം ഈ 47 കൂടി കൊണ്ടുവരുമ്പോൾ കുറയ്ക്കണം 47 എന്നാവും. അപ്പോൾ x² സമം 47 × 48 കുറയ്ക്കണം 47 സമം 47 × 48 കുറയ്ക്കണം. ഈ 47നെ നമുക്ക് 47 × 1 എന്ന് എഴുതാം. 47 × 47 ആണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ രണ്ട് പദങ്ങളാണ്. 47 × 48, 47 × 1 രണ്ട് ടേംസാണ്. ഇതിൽ രണ്ടിലും പൊതുവായി വരുന്നത് എന്താ? രണ്ടിൽ കോമൺ ആയിട്ട് 47 ഉണ്ട്. അപ്പോൾ അത് കോമൺ ഫാക്ടറായിട്ട് എടുത്തു, നമ്മൾ പൊതു ഘടകമായിട്ട് പുറത്തെടുത്തു. ബ്രാക്കറ്റിൽ ഇവിടെ 47 എടുത്ത് അവശേഷിക്കേണ്ടത് എന്താ? 48 ബ്രാക്കറ്റിനകത്ത് എഴുതി, ഇടത്ത് ചിഹ്നം കുറയ്ക്കണം എന്നിട്ടു. ഇവിടെ 47 എടുത്താൽ അവിടെ എന്താ അവശേഷിക്കുന്നത്? 1. അപ്പോൾ 47 × 48 കുറയ്ക്കണം 1. അപ്പോൾ 47 ഇൻറ്റു ബ്രാക്കറ്റ് ഇൻറ്റു ആണ്. 48 1 കുറച്ചാൽ 47. 47 × 47 പറഞ്ഞാൽ 47². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² സമം 47². x² 47² ആണെങ്കിൽ x എന്ത് വരും? 47. p² - 6p + 8ൻ്റെ ഘടകങ്ങളേവ? ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ p² - 6p + 8ൻ്റെ ഫാക്ടേഴ്സ് കാണണം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. p² - 6p + 8 ഇങ്ങനെ വരുമ്പോൾ, അതായത് p² പിന്നെ p പിന്നെ ഒരു സ്ഥിരസംഖ്യ, p² p ഒരു കോൺസ്റ്റൻറ്റ്, ഈ രീതിയിൽ വരുമ്പോൾ നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കണം. ഈ സംഖ്യകളുടെ ഗുണനഫലം ചരമില്ലാത്ത സംഖ്യയായ 8 ആയിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ കാണുക, ആ സംഖ്യകൾ ഗുണിച്ചാൽ ഇതിൽ ചരമില്ലാത്തത്, വേരിയബിൾ ഇല്ലാത്തത് ഏതാ? 8 അല്ലേ? അപ്പോൾ ആ സംഖ്യകൾ ഗുണിച്ചാൽ 8 കിട്ടണം. അതേപോലെ ആ സംഖ്യകൾ കൂട്ടിയാലോ പിയുടെ ഗുണോത്തരമായ -6 കിട്ടണം, പിയുടെ കോയഫിഷ്യൻ്റായ -6 കിട്ടണം. അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകൾ കാണുക, ആ രണ്ട് സംഖ്യകൾ കൂടി ഗുണിച്ചാൽ എന്ത് കിട്ടണം? 8. അതായത് പി ഇല്ലാത്ത സംഖ്യ 8 കിട്ടണം. ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലോ പിയുടെ ഗുണോത്തരം, പിയുടെ കോയഫിഷ്യൻ്റ് എത്ര? -6. അപ്പോൾ നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാൻ നോക്കൂ. -4 -2 എടുത്ത് നോക്കുക. -4 -2 -4 -2 കൂടി കൂട്ടി നോക്കൂ. -6 കണ്ടോ? പിയുടെ ഗുണോത്തരം കിട്ടി. -4 -2 ഗുണിച്ചു നോക്കൂ. 4 2 8 പോസിറ്റീവ് ആവും അല്ലേ? അപ്പോൾ ഗുണിക്കുമ്പോൾ അത് കോൺസ്റ്റൻറ്റ് കിട്ടി, ചരമില്ലാത്ത സംഖ്യ കിട്ടി. അപ്പോൾ നമുക്ക് സംഖ്യകൾ ഏതാ മനസ്സിലായി? ഏതാ? -4 -2. ഇനി ഘടകങ്ങൾ എഴുതാൻ ഇതിലത്തെ ചരം ഏതാ? പി അല്ലേ? ആ പിയുടെ കൂടെ ചേർത്തി എഴുതുക. ആദ്യത്തെ ഘടകം p -4 എന്ന് എഴുതുക, അടുത്ത ഘടകം p -2. അപ്പോൾ ഘടകങ്ങൾ p -4 p -2. വൃത്താകൃതിയിലുള്ള കളിസ്ഥലത്തിൻ്റെ വ്യാസം 49 മീറ്റർ. മീറ്ററിന് 40 പൈസ നിരക്കിൽ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ ചിലവെത്ര? വൃത്താകൃതി എന്ന് പറയുമ്പോൾ സർക്കുലർ ഷേപ്പിലുള്ള ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അതിൻ്റെ ഡയമീറ്റർ 49 മീറ്റർ. പിന്നെ 1 മീറ്ററിന് 40 പൈസ എന്ന റേറ്റിൽ ഈ പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും നമുക്ക് ഫെൻസിങ് ചെയ്യണം, വേലി കെട്ടണം. അതിന് എത്ര എക്സ്പെൻസ് വരും എന്നാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ആദ്യം ഇതിന് ചുറ്റുമല്ലേ വേലി കെട്ടണം. അപ്പോൾ ചുറ്റളവ് അങ്ങോട്ട് കാണുക. എന്തിൻ്റെ? വൃത്തത്തിൻ്റെ ചുറ്റളവ്. സൂത്രവാക്യം നമുക്കറിയാം അല്ലേ? 2πr. ഇതിൽ r പറഞ്ഞാൽ റേഡിയസ്, ആരം. r എന്ന് പറഞ്ഞാൽ ആരം, റേഡിയസ്. ഈ ആരം എന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ പകുതിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് വ്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 49 ആണ്. അപ്പോൾ എന്തായി? 49/2 മീറ്റർ. അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആരം കിട്ടി. നമുക്കിതിൽ വില കൊടുക്കാം. 2πr വില കൊടുക്കുമ്പോൾ ആദ്യം 2 ഇൻറ്റു പൈയുടെ വില 22/7. പൈക്ക് 3.14 ദശാംശ രൂപത്തിൽ എഴുതാട്ടോ. ഇവിടെ നമുക്ക് ഫ്രാക്ഷനായിട്ട് കൊടുക്കുകയാണ് പൈയുടെ വില 22/7 ഇൻറ്റു r. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ്? 49/2. നോക്കൂ, ഈ 7ഉം 49ഉം ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 7 49 മുകളിൽ 7 വരും. ഈ 2ഉം 2ഉം വെട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ എന്താ ഉള്ളത്? പിന്നെ 22 × 7 ഗുണിച്ചാൽ 154 മീറ്റർ. അതായത് ഈ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ എത്ര വേലി വേണം? 154 മീറ്റർ നീളം വേണം വേലി. 154 മീറ്റർ വേണം. ഇനി ഇവിടെ പറഞ്ഞിട്ട് 1 മീറ്റർ വേലി കെട്ടാൻ ചിലവുണ്ട്. 1 മീറ്ററിന് എത്ര? 40 പൈസയാണ്. അപ്പോൾ 1 മീറ്ററിന് ചിലവ് 40 പൈസയാണ്. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? 154 മീറ്റർ കെട്ടണം. അപ്പോൾ ചിലവ് എന്ന് പറയുന്നത് എന്താണ്? 154നെ 40 കൊണ്ട് ഗുണിക്കുക.
154 ഇൻറ്റു 40 ഗുണിക്കുമ്പോൾ നമുക്ക് 6160 എന്ന് കിട്ടും. പക്ഷേ ഇത് പൈസയാണ് കേട്ടോ, കാരണം ഇത് 40 പൈസയല്ലേ. അപ്പോൾ ഈ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് പൈസയായിട്ടാണ്. നമ്മൾ അങ്ങനെയല്ലോ പറയുക അല്ലേ. അപ്പോൾ നമുക്ക് രൂപയാക്കണം. അപ്പോൾ നമ്മൾ പൈസ രൂപയാക്കാൻ നമ്മൾ 100 കൊണ്ട് ഹരിക്കുകയാണ്. 6160/100. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം? 2 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അപ്പോൾ ഉത്തരം എന്ത് വരും? 61.60. ഇപ്പോൾ നമ്മൾ രൂപ എന്ന് പറയാം. ഇനി വ്യാസം ഇംഗ്ലീഷിൽ ഡയമീറ്റർ കേട്ടോ. വൃത്തം എന്ന് പറഞ്ഞാൽ സർക്കിൾ. 90, 87, 96, 99, 93, 102 എന്നീ സംഖ്യകളുടെ മധ്യം അഥവാ മീൻ, മധ്യമം അഥവാ മീഡിയൻ എന്നിവയുടെ തുക കാണുക. നമുക്ക് ആദ്യം മാധ്യം അല്ലെങ്കിൽ മീൻ കാണാം. മാധ്യം കാണുന്ന സൂത്രവാക്യം തുക ബൈ എണ്ണം. അതായത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളെല്ലാം കൂടി കൂട്ടുക, അതാണ് തുക എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 567 കിട്ടും. അപ്പോൾ തുക എന്നുള്ളിടത്ത് 567 എഴുതി ബൈ എണ്ണം. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇതിൽ 6 എണ്ണമാണ്. അപ്പോൾ 567/6. ഇനി നമ്മൾ ഹരിക്കുക. 567 6 കൊണ്ട് ഹരിക്കുക. 5-ൽ 6 പോവില്ല. 56-ൽ 6, 9-6 54. അവിടെ ബാക്കിയൊരു 2 ശിഷ്ടം വരുന്നുണ്ട്. ആ 2ഉം 7ഉം ചേർത്ത 27. 27-ൽ 6, 4-6 24. ബാക്കി 3 ഉണ്ട്. നമ്മൾ 0 ചേർക്കണം, അതുകൊണ്ട് പോയിൻ്റ് ഇട്ടു. 3ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ 30-ൽ 6, 5-6 30. നമുക്ക് മാധ്യം കിട്ടി 94.5. ഇനിയോ മധ്യമം അഥവാ മീഡിയൻ കാണണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ആദ്യം ഈ സംഖ്യകളെ ഒന്നുകിൽ ആരോഹണ ക്രമത്തിൽ എഴുതണം, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതണം. ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. നമുക്ക് തൽക്കാലം ആരോഹണ ക്രമത്തിൽ എഴുതുക, അസെൻഡിങ് ഓർഡറിൽ. അതായത് ചെറുതിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതുക. ഇതിൽ ഏറ്റവും ചെറുത് തൊട്ട് വലുത്, തൊട്ട് വലുത്, അങ്ങനെ എഴുതുക. അപ്പോൾ ആദ്യം 87, തൊട്ട് വലുത് 90, തൊട്ട് വലുത് 93, പിന്നെ 96, 99, 102 ഇങ്ങനെ വന്നു. ചെറുതിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതി. ഇനി നമ്മൾ ഈ സംഖ്യയിലത്തെ കൃത്യം നടുവിലത്തെ സംഖ്യ കാണുക. ഇതിൽ കൃത്യമായി നടുവിലത്തെ ഒരു സംഖ്യ കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നോക്കൂ, ഇവിടെ കൃത്യമായി നടുവിൽ ഒന്നല്ല വരിക. നമ്മൾ ഈ ഭാഗത്തും 2 വിട്ടുക, ഈ ഭാഗത്തും 2 വിട്ടുക, ബാക്കി നടുവിൽ 2 എണ്ണം വരുന്നുണ്ട്. ഇതാണ്. അപ്പോൾ മധ്യഭാഗം കണ്ടുപിടിച്ചു. അപ്പോൾ ഈ 2 എണ്ണം വരുമ്പോൾ ഒന്നേ ഉള്ളൂ വെച്ചാൽ നമുക്കത് ഉത്തരമായിട്ട് എഴുതാം. ഈ 2 എണ്ണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? അതിൻ്റെ ആവറേജ് കാണണം, അതിൻ്റെ ശരാശരി. അപ്പോൾ മധ്യമം കാണാൻ ഈ നടുവിൽ വരുന്ന 2ഉം കൂടി കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. 93 + 96/2. 93 96 കൂട്ടിയാൽ നമുക്ക് 189/2. 2 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ 189ൻ്റെ പകുതി എടുക്കുക എന്ന് പറയും അല്ലേ. 18-ൽ 2, 9-2 18. പിന്നെ 9-ൽ 4 2 8. ശിഷ്ടം 1, 0 ചേർക്കണം, അപ്പോൾ പോയിൻ്റ് ഇട്ടു. 10-ൽ I2 10. നമുക്ക് 2ഉം കിട്ടി. ഇനി എന്താ പറയേണ്ടത്? ഇവയുടെ തുക കാണണം. അതായത് മാധ്യവും മധ്യമവും കൂടി കൂട്ടണം. എത്രയൊക്കെയാണ്? 2 94.5 ആണ്. അപ്പോൾ അത് കൂട്ടുക, അല്ലെങ്കിൽ 94.5 ഇരട്ടി എടുത്താൽ മതി. 2 തുല്യമാണല്ലോ. അപ്പോൾ വീണ്ടും ഉത്തരം ഇവിടെ നമ്മൾ പകുതി കണ്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഉത്തരം 189. അഖിൽ ഒരു ബൈക്കിൽ 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ച് 6 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു. അതേ ദൂരം 4 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ അഖിൽ വേഗത എത്ര വർദ്ധിപ്പിക്കണം? ഇവിടെ ദൂരം സ്ഥിരമാണ്, ഒരേ യാത്രയാണ്. അപ്പോൾ ആദ്യം ആ യാത്രയിൽ വേഗത എത്ര? 60 km/മണിക്കൂർ. അപ്പോൾ എത്ര സമയം എടുത്തു? 6 മണിക്കൂർ. അതാണ് വേഗത സമയം. 60 km/മണിക്കൂർ എന്ന വേഗതയിൽ പോയാൽ 6 മണിക്കൂർ എടുക്കും യാത്ര പൂർത്തിയാക്കാൻ. അടുത്തത് എന്താ? ഇതേ ദൂരം 4 മണിക്കൂർ കൊണ്ട്, സമയം 4 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ വേഗത എത്ര വർദ്ധിപ്പിക്കണം എന്നാണ്. അപ്പോൾ ആ സമയത്തെ വേഗത നമുക്ക് കാണാം. ഇങ്ങനൊരു കണക്ക് വന്നാൽ നമുക്ക് എളുപ്പ വഴിയിൽ ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. രണ്ടാം വേഗത, അവിടെ രണ്ടാമത്തെ വേഗതയല്ലേ അറിയേണ്ടത്. രണ്ടാം വേഗത എന്ന് പറയുന്നത് ആദ്യ വേഗത ഇൻറ്റു ആദ്യ സമയം ഡിവൈഡഡ് ബൈ രണ്ടാം സമയം. വില കൊടുക്കുക. ആദ്യ വേഗത ഇൻറ്റു ആദ്യ സമയം, അതായത് 60 × 6. നമ്മൾ യൂണിറ്റ് ശ്രദ്ധിക്കണം കേട്ടോ, യൂണിറ്റ് മാറ്റില്ല അല്ലേ. മണിക്കൂർ സമയം മാറ്റില്ല. അപ്പോൾ 60 × 6 ഡിവൈഡഡ് ബൈ രണ്ടാം സമയം എത്ര? 4 മണിക്കൂർ. അപ്പോൾ 60 × 6/4 ഗുണിക്കുമ്പോൾ 60 6 ഗുണിച്ചാൽ 360/4 ഹരിക്കുമ്പോൾ 9 4 36 ഒരു 0. അപ്പോൾ നമുക്ക് രണ്ടാം വേഗത കിട്ടി. 90 km/മണിക്കൂർ. ഇനി എന്താ വേഗത എത്ര കൂട്ടണം എന്നാണ്. ആദ്യം വേഗത എത്രയായിരുന്നു? 60 ആയിരുന്നു. ഇപ്പോൾ വേഗത എത്ര വേണം? 90. അപ്പോൾ വേഗത എത്ര കൂട്ടണം? 30 കൂട്ടണം അല്ലേ. അപ്പോൾ വർദ്ധിപ്പിക്കേണ്ട വേഗത 90-ന്ന് 60 കുറയ്ക്കുക. ഉത്തരം 30 km/മണിക്കൂർ. -1/5 കൂട്ടണം -1/101 കൂട്ടണം -1/200 കൂട്ടണം -1/702 വില കാണുക. നമുക്ക് കണക്ക് ചെയ്യാൻ നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് -1ൻ്റെ കൃതിയായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ
-1 കൃതിയായിട്ട് ഓഡ് നമ്പർ വന്നാൽ ഉത്തരം -1 അതേ സമയത്തോ -1 കൃതി ഇരട്ട സംഖ്യകൾ വരിക, -1 കൃതി ഈവൺ നമ്പർ ആണെങ്കിൽ ഉത്തരം +1 അപ്പോൾ നമുക്ക് ഇതിലത്തെ ഓരോന്നായിട്ട് ഈ ചോദ്യം എടുത്ത് എഴുതി താഴേക്ക്, അതിനുശേഷം ഓരോന്നായിട്ട് നോക്കുക. -1 ഘാതം 5 കൃതി ഇവിടെ ഒറ്റ സംഖ്യയാണ്, ഒറ്റ സംഖ്യ വരുമ്പോൾ -1 വരിക. അപ്പോൾ -1 ഘാതം 5 -1. -1 ഘാതം 101 ഇതും ഒറ്റ സംഖ്യയാണ്, അപ്പോൾ വീണ്ടും -1 പ്ലസ് -1 ഘാതം 200 ഇത് ഇരട്ട സംഖ്യയാണ്, ഇരട്ട സംഖ്യ വരുമ്പോൾ +1, അപ്പോൾ ഇത് +1 പ്ലസ് വീണ്ടും -1 ഘാതം 702 702 ഇരട്ട സംഖ്യയാണ്, അതും +1. നോക്കൂ, -1 പ്ലസ് -1 പ്ലസ് +1 പ്ലസ് +1 -1 കൂട്ടിയ -2 +1 കൂട്ടിയ +2 -2 +2 കൂടി കൂട്ടിയ ഉത്തരം 0. 5 പ്ലസ് 4 ഇൻറ്റു 5 ഹരിക്കണം 5 ഇൻറ്റു 2 -1 വില കാണുക. ഇത് നമ്മൾ ബോർഡ് മാസ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഈ ബോർഡ് മാസ് പറഞ്ഞാൽ ബി ബ്രാക്കറ്റ് ഒ ഓഫ് ഡി ഡിവിഷൻ ഹരണം, എം മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, എ അഡീഷൻ കൂട്ടൽ, എസ് സബ്ട്രാക്ഷൻ കുറയ്ക്കൽ. ഈ ക്രമത്തിൽ ചെയ്തു പോകണം. അപ്പോൾ ആദ്യം ബി ബ്രാക്കറ്റാണ്. നമ്മൾ ഈ ചോദ്യം ഇങ്ങോട്ട് പകർത്തി എഴുതി, എന്നിട്ട് ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിലാണെങ്കിൽ ഹരണം, ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ഇവിടെ ഇല്ല, അപ്പോൾ അടുത്തത് ഡിവിഷനാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റും ഹരണം കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ബാക്കിയെല്ലാം അതേപടി എഴുതി. 5 പ്ലസ് 4 ബ്രാക്കറ്റിന് പകരം ഇൻറ്റു ഇട്ട് 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, പിന്നെ പുറത്ത് ഇൻറ്റു 2 -1. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു, നമ്മുടെ ഹരണം കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്ലിക്കേഷനാണ്, ഗുണനം. ഈ 3 സംഖ്യകളും കൂടി ഗുണിക്കണം. ബാക്കി 5 അതേപടി എഴുതി പ്ലസ് 4 ഇൻറ്റു 1 ഇൻറ്റു 2 ഗുണിച്ചാൽ 8 എന്ന് വരും, കുറയ്ക്കണം 1. അടുത്തത് ഇനി നമ്മൾ എന്താണ്, കൂട്ടലും കുറയ്ക്കലുമാണ് അല്ലേ. അപ്പോൾ 5ഉം 8ഉം കൂട്ടിയാൽ 13, കുറയ്ക്കണം 1, ഉത്തരം 12.